സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ മാസത്തെ PNL റിപ്പോർട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ജൂൺ 1-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി വരെ. ഓക്കെ, ഓക്കെ. നമ്മളുടെ ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത് 10,000ആണ്. കഴിഞ്ഞ മാസം ഭയങ്കരമായിട്ട് നമ്മൾക്ക് ചാർജസ് കുറേ വന്നിട്ടുണ്ട്. അതിന് കാരണം കുറേ ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 5, 6, 7 ട്രേഡുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നത് പ്രശ്നമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ദിവസം നമുക്ക് ലോസ് ആയിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ പ്രോഫിറ്റ് ആയിരുന്നെങ്കിലും എന്താ പ്രശ്നം പറ്റിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ലോസ് വന്ന ദിവസങ്ങൾ നമുക്ക് ഇതുവരെ ഈ 12, 13, 15-ാം തീയതി വരെ, 14-ാം തീയതി വരെ നല്ല രീതിയിൽ പോയിരുന്നു. അന്നാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടത്. നമ്മൾ 53,000 സംതിങ് നമ്മളുടെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ 15-ാം തീയതി നമുക്ക് വലിയൊരു ലോസ് വന്നു. 14,000 സംതിങ് നമുക്ക് ലോസ് വന്നു. ആ ലോസ് വന്നതിന് ശേഷം നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ പ്ലാനും എല്ലാം ആകെ മാറിയെന്ന് പറഞ്ഞതല്ല, നമ്മളുടെ മൈൻഡ് സെറ്റ് മാറിയോട് കൂടിയിട്ട് എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോയി. അതുകൊണ്ട് വന്ന ഒരുപാട് ലോസുകളും, ഒരുപാട് ലോസല്ല, ഈ ഒരു 29,299 എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ. സെൻസെക്സിൽ തലേ ദിവസം ഒരു എക്സ്പയറിയുടെ ഇത് ഒരു വ്യാഴാഴ്ചയാണ്, ജൂൺ 25-ാം തീയതി വരുന്നത്. 25-ാം തീയതി വ്യാഴാഴ്ച സെൻസെക്സ് എക്സ്പയറിയുടെ തലേ ദിവസം ഒരു ട്രേഡ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരി ഫോർവേഡ് ചെയ്ത ട്രേഡ് നമുക്ക് തന്ന ലോസാണത്. അതിനുശേഷം നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് 7,000 സംതിങ് ആയിരുന്നു. അതിനുശേഷം ഒരു ദിവസം 1,540 പ്രോഫിറ്റ് കിട്ടി. പിന്നെ നമ്മൾ ആ ലോസ് റിക്കവർ ചെയ്തിട്ട് ഏകദേശം 4,700 സംതിങ്ങിലാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ലോസാണ്. ഞാനത് വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ അതെല്ലാം കൺട്രോളബിളാണ്. ഇതാണ് ഈ മാസത്തെ ടോട്ടൽ P&L നോക്കുകയാണെങ്കിൽ. ഞാൻ എന്തായാലും വെരിഫൈഡ് P&L ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി മെയ് മാസം മുതൽ നോക്കുകയാണെങ്കിൽ മെയ് 1-ാം തീയതി. ഓക്കെ, നമ്മൾ മെയ് 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. മെയ് 1-ാം തീയതി മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 24,000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളത്. നമ്മൾ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,600 രൂപ നമ്മൾ ചാർജസും ടാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്തായാലും എല്ലാം റിക്കവർ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി കൺട്രോൾഡ് ആവാനുണ്ട്. അത് വരും ഈ മാസമൊക്കെ ആയിട്ട് നമുക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ എപ്പോഴും നമ്മളുടെ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻ്റ്. ട്രേഡിങ്ങിൽ വിന്നും ലോസും ഒക്കെ ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ പലപ്പോഴും നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരിക. ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളും ഒക്കെ ഉണ്ടാവും. റിവെഞ്ച് ട്രേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ട്രേഡ്സ് എല്ലാ ട്രേഡേഴ്സിൻ്റെ ലൈഫിലും ഇല്ലാതെ ഒരു ട്രേഡേഴ്സും സക്സസ് ആയി വന്നിട്ടില്ല. എല്ലാ ട്രേഡേഴ്സിൻ്റെ ലൈഫ് സ്പാനിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് റിവെഞ്ച് ട്രേഡും ഓവർ ട്രേഡും എല്ലാ കാര്യങ്ങളും. ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നമ്മൾ ഡിസിപ്ലിനായിട്ട് വരുമ്പോഴാണ് അതൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ആവുന്ന സംഭവങ്ങളില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കൺട്രോളിൽ വരുത്താൻ നമ്മളുടെ മൈൻഡ് പ്രോപ്പറായിട്ട് സെറ്റ് ആവുന്ന സമയത്ത് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡറായിട്ട് മാറും. അപ്പോൾ എന്തായാലും നമ്മളുടെ ചലഞ്ച് കുഴപ്പമില്ലാതെ തന്നെ ഇതുവരെ പോയിട്ടുണ്ട്. ഈ മാസം നമ്മളുടെ ടാർഗറ്റ് 67,500 ആണ്. 67,500 നമ്മൾ അച്ചീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, വലിയ ലോസുകളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും വെരിഫൈഡ് P&L ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേഷൻ.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.